ഹലോ ഗൈസ്, നമുക്കൊരു മഷ്റൂം കറി ഉണ്ടാക്കിയാൽ അതിന് മുന്നേ ചാല ടിങ് ടിങ് അമർത്താത്തവർ ടിങ് ടിങ് അമർത്തേണ്ടതാണ്. ആദ്യം നന്നായിട്ട് കഴുകി മഷ്റൂം ഒന്ന് തിളപ്പിച്ചെടുക്കണം. സവാള തക്കാളിയൊക്കെ എടുത്ത് കുനുകുനാന്നറിയാം. ദേ ഇതുപോലെ. വെജിറ്റബിൾ കട്ടിങ് ആൻഡ് ഫുഡ് മേക്കിംഗ് നീ. പിന്നെ മഷ്റൂം 4 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. പിന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം, അതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ചു. അത് കഴിഞ്ഞ് പരിന സവാള വെക്കി പാനിലിട്ടു. അതുപോലെ തന്നെ തക്കാളിയും കുനുകുനാന്നരിഞ്ഞിട്ടിട്ടു. രണ്ടും നന്നായിട്ട് വരണ്ട ഒരു ബ്രൗൺ കളർ ആവാറാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എനിക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലി പൊളിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ശരിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച മഷ്റൂം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ പനീർ മസാലയും കൂടി ഇടണം. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് എടുക്കണം. ഒന്ന് വരണ്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അത് വേവുന്ന സമയം കൂടെ നമുക്ക് വേറെ കാര്യം ചെയ്യാം. ചെറിയൊരു പാത്രത്തിൽ കോൺഫ്ലവറും ഇച്ചിരി ഉപ്പും വെള്ളവും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. എന്നിട്ട് അത് പതിയെ നമ്മുടെ കറിയിലേക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല കേട്ടോ, കറി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇത്തിരി മല്ലിച്ചീര വിതറി അങ്ങോട്ട് കൊടുക്കണം, മൂടി വെക്കണം. അത് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും ഗായ്സ്. വിക്കി അപ്പുറത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾ വാട്ടുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളായിട്ട് എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ.